നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ദീനിന് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയും പ്രസ്ഥാനവുമാണ്. അതുകൊണ്ടാണ് അതിന്റെ സമാപനം തലേ ദിവസത്തേക്ക് മാറ്റിയത്. സുഹൃത്തുക്കളെ, അതിന്റെ ആരംഭം കുറിക്കുന്നത് 1-ാം തീയതിയാണ്. അത് ഉള്ളാളത്ത് നിന്ന് ഏകദേശം ഒരു 10 മണിക്ക് ശേഷം ദുആ നടത്തി. അങ്ങനെ അതിനുശേഷം കാസർഗോഡ് ചെർക്കളയിൽ വൈകുന്നേരം ഗംഭീര സ്വീകരണമാണ്. നിങ്ങളൊക്കെ അവിടെ എത്തുമെന്ന് എനിക്കറിയാം, എത്തുമല്ലോ. ഉസ്താദവറുകളുടെ ആ ഗംഭീര ആ യാത്രയുടെ തുടക്കത്തിൽ കഴിയുന്നവരെല്ലാം സംഗമിക്കണം എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ചും അതിന്റെ ഒരു സംഘാടകൻ എന്ന നിലക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു, അങ്ങനെ ഉസ്താദവറുകൾ നടത്തുന്ന ആ കേരള യാത്രയുടെ ലക്ഷ്യം തന്നെ സൗഹൃദമുണ്ടാക്കുക എന്നതാണ്. ഇവിടെ വർഗീയതയല്ല ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്നാണ് നമ്മുടെ പ്രമേയം. മനുഷ്യർക്കൊപ്പം. ഞാനത് ഇന്നലെയും വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഒപ്പം നടക്കാന്നല്ല, അങ്ങനെയല്ല. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ സത്യവാന്മാരായ മഹാന്മാർക്കൊപ്പമാകണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പൊ കാണുന്ന മനുഷ്യന്മാർക്കൊക്കെ ഒപ്പാണോ എന്നല്ല. ഉള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ ഒപ്പം, മുജാഹിദിന്റെ ഒപ്പം, ഖാദിയാനിയുടെ ഒപ്പം, അതുപോലെ ഊത്താനി തരീഖുകാരന്റെ ഒപ്പം, ഇങ്ങനെ കാണുന്നവന്റെ ഒപ്പമല്ല. കള്ളു കുടിക്കുന്ന മനുഷ്യന്റെ ഒപ്പം, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവന്റെ ഒപ്പം, അങ്ങനെയൊന്നുമല്ല ഇതിന്റെ അർത്ഥം. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യർക്കും ഉപകാരം ചെയ്യുക. അതിന്റെ മാതൃകയാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാണിച്ചു തന്നത്. നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യമനിൽ കൊല്ലപ്പെടുകയാണ്. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ബന്ധപ്പെടുന്നു. അവിടെയുള്ള ഒരു സൂഫി വര്യനായ മഹാനായ ഒരു സയ്യിദ്, ഒരു ആലിമ്, അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു. ആ സ്ത്രീയെ കൊലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും? ചിലർ ചോദിക്കും, അവള് ഒരാളെ കൊന്നിട്ടല്ലേ? ഒരാളെ കൊന്നതിന് പകരം ഇപ്പൊ അവളെ കൊന്നാല് ആദ്യത്തെ ആള് ഹയാത്തായി വരുമോ? എന്നാ തർക്കേടില്ലായിരുന്നു. മറ്റേ ആള് ജീവിച്ചെങ്കിൽ വരുമെങ്കിൽ തർക്കേടില്ല. അങ്ങനെ വരൂലല്ലോ. പിന്നെ അവളെ കൊന്നുകൊണ്ട് എന്താ കാര്യം കിട്ടുക? അതേ സമയത്ത് ആ കൊല്ലപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് ഒരു നല്ല സാമ്പത്തിക ഭദ്രത ലഭിക്കുന്ന വിധത്തിൽ സംഖ്യ കിട്ടിയാൽ കുടുംബത്തിന് മുഴുവനും ഉപകാരമായില്ലേ? ഇവിടെ ഇവരുടെ ജീവൻ രക്ഷിച്ച ഉപകാരം ഇപ്പുറമായില്ലേ? അവിടെ വർഗീയതയൊന്നുമില്ല. നിമിഷപ്രിയയുടെ മതേതാണെന്ന് നോക്കിയിട്ടല്ല മഹാനായ സുൽത്താനുൽ ഉലമ ബന്ധപ്പെടുന്നത്. നമ്മൾ മനുഷ്യർക്കൊപ്പമാണ്. അതാണ് മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ കാണുന്ന മനുഷ്യന്മാർക്കൊപ്പം എന്നല്ല. ഇതും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്.